നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ BPL, APL റേഷൻ കാർഡുകൾ ഉണ്ട്. മഞ്ഞ കാർഡ്, വെള്ള കാർഡ്, നീല കാർഡ്, അങ്ങനെ 3 കളറിലെ റേഷൻ കാർഡുകളുണ്ട്. പക്ഷേ ഞാൻ ചില റേഷൻ കാർഡുകളിൽ ഞാൻ റേഷൻ വാങ്ങാൻ പോകുമ്പം സ്വന്തമായിട്ട് വീട്, 2 നില വീട്, വണ്ടി, കാറ്, സ്കൂട്ടർ, നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നവർ ചിലവരൊക്കെ വന്നു റേഷൻ കടയിൽ നിന്ന് BPL റേഷൻ കാർഡിന് അരി വാങ്ങിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ 3-4 വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് അവർക്ക് BPL റേഷൻ കാർഡ് വെച്ച് റേഷൻ വാങ്ങിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ റേഷൻ കടയിൽ നിന്നും ഞാൻ തന്നെ അതിശയിച്ചിട്ട്, ഇവർ വീട് 2-3 വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇവർക്ക് റേഷൻ കാർഡിന് ഇത്രയും അരി ഇവർക്ക് കൊടുക്കുന്നതെന്ന് ഞാനും മനസ്സോട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ അർഹത ഇല്ലാത്തവർ ഒരുപാട് പേര് ഈ BPL റേഷൻ കാർഡ് വെച്ച് അരികൾ വാങ്ങുന്നുണ്ട്. അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഇതിൽ റേഷൻ കടയിൽ മറ്റുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് അരിയൊക്കെ ഇപ്പോൾ ഒരുപാട് കുറച്ചു. അപ്പോഴേ ഈ അർഹത ഇല്ലാത്ത ആൾക്കാരും കൂടി ഈ BPL റേഷൻ കാർഡിൽ നിന്നും അരികൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് അതായത് ഈ ആദിവാസി കോളനി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ പാവങ്ങൾ ഒരുപാട് കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ അരികൾ കിട്ടാതെ പോകും. അരിയുടെ ബുദ്ധിമുട്ടുണ്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ട് കൊണ്ട് ഈ പാവങ്ങൾക്ക് പോലും ആ അരിയിൽ നിന്ന് കിട്ടാതെ വരും. അതുകൊണ്ട് എനിക്കറിയത്തില്ല, ഒരു വീട്ടിലെ ഒരു പാർട്ടി ഞാൻ കണ്ടതാണ്. അയാൾക്കൊരു 2 വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് കാറുണ്ട്, 2 വീലറുണ്ട്, സ്വന്തമായിട്ട് കടയിട്ടിട്ടുണ്ട്. എന്നിട്ടും അയാൾക്കൊരു കാലിന് ചെറിയൊരു വികലാംഗന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നിട്ട് അങ്ങേർക്ക് വികലാംഗ പെൻഷൻ, BPL റേഷൻ കാർഡ്, അതായത് അങ്ങേർക്ക് 2 വീട് അയാൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് വാടക കൊടുത്തേക്കുന്ന 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് ഒക്കെയാണ് വീടുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അയാൾ സ്വന്തമായിട്ട് കടയിട്ടിട്ടുണ്ട്. മെയിൻ റോഡ് സൈഡിൽ തന്നെ കടയിട്ടിട്ടുണ്ട്. കാലിന് ഇച്ചിരി ഒരു അംഗവൈകല്യം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങേർക്ക് സർക്കാരിൽ നിന്ന് പെൻഷനും കൊടുക്കുന്നുണ്ട്. അംഗവൈകല്യമുള്ളവന്ന് പെൻഷനും കൊടുക്കുന്നുണ്ട്. അപ്പം ജീവിക്കാൻ നിവൃത്തി ഉള്ളവനാണ്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് BPL റേഷൻ കാർഡിൽ നിന്ന് ഇത്രയും മഞ്ഞ കാർഡാണ് അയാളുടെ കാർഡ്. ഞാൻ നോക്കിയപ്പോൾ റേഷൻ കടയിൽ കൊണ്ടുവച്ചപ്പോൾ മഞ്ഞ കാർഡാണ് അയാൾ അവിടെ വെച്ചത്. അപ്പോൾ ഇത്രയും ജീവിക്കാൻ സൗകര്യം ഉള്ളവർക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്? അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ, അത് ഞാൻ പറഞ്ഞില്ലേ, കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവർക്ക് ആഹാരവും വസ്ത്രവും ഇല്ലാത്ത ഒരുപാട് ഉൾക്കാട്ടിലൊക്കെ താമസിക്കുന്നവരുണ്ട്. ചെറിയ ചെറിയ കൂരകളൊക്കെ വെച്ച് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വസ്ത്രവും ഇല്ല, ആഹാരം ഇല്ലാതെ ഒരുപാട് ചെയ്യും. അപ്പം ഈ റേഷൻ കടയിൽ അരിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന കുറേ ലക്ഷക്കണക്കിന് പാവങ്ങളുണ്ട്. അപ്പം അവരെല്ലാം വയറ്റത്ത് അടിച്ചുകൊണ്ട് ചില ആളുകൾ ഇതിനിടയിൽ കയറിക്കുന്നത് തരികട കാണിക്കുന്നുണ്ട്. റേഷൻ കാർഡിൽ വന്നിട്ട് അവർക്ക് ജീവിക്കാൻ നിവർത്തി ഉള്ളവർ വരെ BPL റേഷൻ കാർഡ് വെച്ച് എഴുതി കൊടുത്ത് അരികൾ വാങ്ങുന്നതുണ്ട്. അപ്പം അത് ശരിയായ ഒരു കാര്യമല്ല. പിന്നെ വീടില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ സ്വന്തമായിട്ട് ഈ BPL റേഷൻ കാർഡ്, ഈ മഞ്ഞ റേഷൻ കാർഡ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് സ്വന്തമായി വീടില്ലാത്തവർക്ക്, ഗവൺമെൻറ് ജോലിയില്ലാത്തവർക്ക്, വികലാംഗർക്ക്, ഇങ്ങനെ ഉള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ഈ റേഷൻ കാർഡ് കൊടുക്കുന്നത്. അതായത് വിധവകൾക്കെന്ന് പറഞ്ഞാൽ നിവർത്തിയില്ലാത്ത, അതായത് സ്വന്തമായിട്ട് വീടില്ലാത്തവരും രോഗം ബാധിച്ചവരും അങ്ങനെ ഉള്ളവർക്കൊക്കെയാണ് ഈ BPL റേഷൻ കാർഡ് കൊടുക്കേണ്ടത്. BPL റേഷൻ കാർഡും ഈ മഞ്ഞ റേഷൻ കാർഡും കൊടുക്കേണ്ടത്. അല്ലാതെ 3-4 വീട് വാടകയ്ക്ക് കൊടുത്ത് സ്വന്തമായിട്ട് കാറ് മേടിച്ച് 2 വീലറും വാങ്ങിച്ച് സ്വന്തമായിട്ട് കടയും ഇട്ട് ഇരിക്കുന്നവർക്കല്ല BPL റേഷൻ കാർഡ് കൊടുക്കേണ്ടത്. ഒരു ഗതിയും ഇല്ലാത്ത ആൾക്കാർ, അതായത് വീട്ടുജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്, ഒരുപാട് വീട്ടുജോലിക്ക് വന്ന് ക്യാൻസർ രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, അവർക്കൊക്കെ വേണം
ഈ മഞ്ഞ റേഷൻ കാർഡ് BPL റേഷൻ കാർഡും കൊടുക്കാൻ. പക്ഷെ അർഹതയില്ലാത്തവർ ഒരുപാട് പേര് ഈ പറ്റുന്നുണ്ട് ആദായം. അത് ശരിയായ ഒരിതല്ല, അതൊരു ശരിയായ ഒരു ഇതല്ല. അപ്പോൾ ഇപ്പോഴീ റേഷൻ കടയിലെ അരികൾ എല്ലാവർക്കും അരികൾ കുറച്ചു. പക്ഷേ ഈ അരി കുറച്ചപ്പോഴും ഈ അരി വാങ്ങിച്ച് തിന്നാൻ ഗതിയുള്ളവരും വന്ന് ഈ അരിയിൽ നിന്നൊരു ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അതിന് ഈ പിന്നെ പറഞ്ഞില്ലേ, ഒരു ഗതിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്, ക്യാൻസർ രോഗികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പാവങ്ങളുണ്ട്. ഒരു ഗതിയില്ലാത്ത കുറേ പാവപ്പെട്ട ജനങ്ങൾ ഈ റേഷനെ മാത്രം വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ അന്നം കിട്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരന്നത്തെ മറ്റുള്ളവർ കുറേശ്ശെ ചൂഷണം ചെയ്തു. അതായത് അവർ ചില ആൾക്കാർ റേഷൻ വാങ്ങിച്ചിട്ടു, ചാക്കരി വാങ്ങിച്ചിട്ടു, അവർക്ക് റേഷൻ അരിയുടെ ആവശ്യമില്ലാതെങ്കിലും അവർ ചെന്ന് വാങ്ങിച്ചു. അത് വേറെ ചായക്കടകളിൽ കൊണ്ടുവന്ന് കൊടുത്തു പൈസകൾ വാങ്ങുന്നവരുമുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു നടപടി ചെയ്യാൻ പാടില്ല. സാറേ. അർഹത ഉള്ളവർക്ക് കൊടുക്കണം, അല്ലാത്തവർക്ക് കൊടുക്കരുത്. വാടകയ്ക്ക് താമസിക്കുന്നവരെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ അവർക്കൊക്കെ ഈ റേഷൻ അരി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സഹായമാണ്. ഇപ്പോൾ സാറിപ്പോൾ ഒരു നിയമം വെച്ചു, ഈ മഞ്ഞക്കാർഡുകാർക്ക് മാത്രം ഓണത്തിന് ഹിറ്റെന്ന് സാറ് പറഞ്ഞു കൊടുക്കണമെന്നുള്ളതിന്. ഈ മഞ്ഞക്കാർഡുകാർക്ക് ഇത് സാറ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ BPL റേഷൻ കാർഡുകാരും ഉണ്ട് സാറേ. ഒരുപാട് പാവങ്ങളുണ്ട് സാറേ. ഈ മഞ്ഞക്കാർഡിനെയും അതുപോലെ അർഹതപ്പെട്ട BPL റേഷൻ കാർഡും ഉണ്ട്, BPL റേഷൻ കാർഡുകാരും ഉണ്ട്. ഒരുപാട് പേരുണ്ട് സാറേ. സാറത് അന്വേഷിച്ച് നോക്കണം, അപ്പം മനസ്സിലാവും. ഈ മഞ്ഞ റേഷൻ കാർഡിലെ അരി വാങ്ങിക്കുന്നത് പോലെ തന്നെ ഈ BPL റേഷൻ കാർഡിലും പാവപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ കൊടുക്കാൻ അർഹത ഉള്ളവർക്ക് കൊടുക്കുക സാറേ, അർഹത ഇല്ലാത്തവർക്ക് കൊടുക്കരുത്. അത് അന്വേഷിക്കണം, അത് ഉദ്യോഗസ്ഥന്മാരെ വിട്ട് അന്വേഷിക്കണം. ഈ റേഷൻ കാർഡുകൾ കള്ളത്തനം പറഞ്ഞ് BPL റേഷൻ കാർഡ് വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. 2-3 വീടുകളുള്ളവരുണ്ട്, ടെറസ് വീട് വെച്ച് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒന്നും കിട്ടാതാവുന്നത് പച്ചക്കട്ട കെട്ടിയ വീടുകളും ഷീറ്റിട്ട വീടുകളിലും ഉൾക്കാട്ടിൽ ജീവിക്കുന്നവരും അവർക്കൊക്കെയാണ് ഈ ഒരു അരി കിട്ടാതെ വരുന്നത്. ഇവരെ പോലെയുള്ളവർ വാങ്ങുമ്പം ഇപ്പം റേഷൻ അരിയിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ ഭരണത്തിൻ്റെ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും, അറിയില്ല എനിക്ക്. എങ്കിലും ഞാൻ പറയുന്നത് ഒരാൾക്ക് അർഹത ഉള്ളവർക്ക് കൊടുക്കണം സാറേ, അർഹത ഇല്ലാത്തവർക്ക് അത് കൊടുക്കല്ലേ. അന്വേഷിച്ച് ശേഷം മാത്രമേ ഈ ഒരു നിയമം സാറ് കൊണ്ടുവരാം. ഈ ഒരുപാട് പേര് ഇങ്ങനെ അർഹതയില്ലാത്തവർ ഈ അരി വാങ്ങിക്കുന്നുണ്ട് റേഷൻ കടയിൽ നിന്ന്. അത് പറഞ്ഞേ ഒരുപാട് പേര്. അതുകൊണ്ട് അത് ഈ റേഷൻ കടക്കാരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്നുള്ളത് എനിക്കറിയില്ല. അതിനെപ്പറ്റി എനിക്കറിയില്ല. അവരറിഞ്ഞുകൊച്ച് ഇവർ കൊടുക്കുന്നതാണോന്നും എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പല റേഷൻ കടകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും ഇതുപോലെ വന്ന ആൾക്കാരൊന്ന് അരി വാങ്ങിച്ചിട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഈ വർഷത്തെ ഓണത്തിന് സാറിൻ്റെ ആദ്യത്തെ ഓണമാണ്, സാർ കയറിയ ശേഷം ആദ്യത്തെ ഓണമാണ്. എൻ്റെ അഭിപ്രായത്തിൽ സാർ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ BPL റേഷൻ കാർഡുകാർക്കും ഈ മഞ്ഞ റേഷൻ കാർഡുകാർക്കും എല്ലാ ഹിറ്റുകൾ കൊടുക്കണം. ഉൾപ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർ ഓണം ഉണ്ണട്ടെ സാറേ.